സ്വാഗതം. സായന്ന ടാരോ റീഡിങ്ങിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് സന്ദേശവാഹകരാണ്. ആര് സന്ദേശം കൊണ്ടുവരും? രണ്ടാമത്തെ കാർഡ് എന്താണ് സന്ദേശം? ഇത് രണ്ടുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആരാണ് സന്ദേശം കൊണ്ടുവരാൻ സാധ്യത എന്ന് വെച്ചപ്പോൾ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ടാരോ വിശ്വാസപ്രകാരം നമ്മളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു ഗാർഡിയൻ ഏഞ്ചലാണെന്നാണ്. ആ ഗാർഡിയൻ ഏഞ്ചൽ വരുന്നത് എപ്പോഴും പക്ഷിയുടെ ഫെദറിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അതാണ് ഈ തൂവൽ എന്ന് പറയുക ഒരു സിമ്പൽ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും യു ആർ നോട്ട് എലോൺ എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിൽ. പക്ഷേ ഞാൻ പറയുന്ന സന്ദേശവാഹകൻ എന്ന് പറയുന്നത് ഗാർഡിയൻ ഏഞ്ചലാണ്. എന്ത് സന്ദേശമാണ് താങ്കൾക്ക് തരുന്നത് എന്നുള്ളതാണ് അടുത്ത കാർഡ് എന്ന് പറയുന്നത്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള വനിതേനെയാണ് കാണുന്നത്. ഇതവരുടെ മാജിക്കാണ്. മാജിക്ക് പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ കറുത്ത പൂച്ച എന്ന് പറയുന്നത്. കറുത്ത പൂച്ച എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം വളരെ പവർഫുൾ ആയിട്ടൊരു ശകുനമാണ്, നമ്മുടെ ഇതിൽ പോലെയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സന്ദേശം എന്ന് പറയുന്നത് ഹാർനസ് യുവർ മിസ്റ്റിക് പവർ എന്നുള്ളതാണ്. ഹാർനസ് യുവർ മിസ്റ്റിക് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക ശക്തി അല്ലെങ്കിൽ ആത്മീയ ശക്തി അതുമായിട്ട് കണക്ട് ചെയ്യൂ എന്നുള്ളതാണ് സന്ദേശം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ താങ്കൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. ലോകത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ ഇതാണെങ്കിൽ ഒരു മിനിറ്റ് കണ്ണടച്ചിരുന്ന് സ്വന്തം എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ താങ്ക്സ് ഗാർഡിയൻ ഏഞ്ചൽ, താങ്ക്സ് ഹൈ പ്രീസ്റ്റസ്, ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം.